അതായത് അംബികയ്ക്ക് അവാർഡ്സിൽ വിശ്വാസമുണ്ട്. അതായത് സ്റ്റേറ്റ് അവാർഡ്, സെൻട്രൽ അവാർഡ്സ്, അതുപോലെ ഈ അവാർഡുകളിൽ വിശ്വാസമുണ്ടോ? ഇല്ല. അതോ അവാർഡ് കിട്ടാത്തതിലുള്ള വിഷമം കൊണ്ടാണ്? അവാർഡ് കിട്ടാത്തതിലുള്ള വിഷമം എന്നുള്ളതല്ല, പല സമയങ്ങളിലും കൊടുക്കേണ്ടവർക്കല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് അതിനോടുള്ള വിശ്വാസത്തിൽ ഒരു ചെറിയ, അതായത് അംബിക അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചില ഒരു അവാർഡ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അതിന് കിട്ടിയിട്ടില്ല. പിന്നെ മുതൽ മര്യാദയ്ക്ക് രാധയ്ക്ക് കിട്ടേണ്ട അവാർഡ്, കാതലോവ്യത്തിന് രാധയ്ക്ക് കിട്ടേണ്ട അവാർഡ്, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എക്സ്പെക്ട് ചെയ്തത്, ഞാൻ എക്സ്പെക്ട് ചെയ്ത മനക്കണക്ക്, എങ്കിയോ കേട്ട കുരൽ, വാഴ്ക്കയ്ക്ക് കലൈമാമണി കിട്ടി, അവാർഡ് കിട്ടിയില്ല. സോ എനിക്ക് എൻ്റെ ഇതിനെക്കാലം മുതൽ മര്യാദ ഞാൻ വല്ലാതെ അസൽ ഫിലിം അതിലാണ്, അതായത് അവാർഡ് എന്നുള്ള അത് പോയിട്ട് അവാർഡ് അങ്ങനെയായത്. ഒരുപാട് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഏത് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ അവര് പ്രോത്സാഹനം തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പിന്നെ നമുക്കൊരു അംഗീകാരം കൂടുതൽ തന്നു എന്ന് വിശ്വസിക്കുന്നത്? അംബിക മാനസികമായിട്ട് തമിഴ്. അതുകൊണ്ടാണ് ഇപ്പോഴും തമിഴ്നാട്ടിൽ താമസിക്കുന്നത്. അതല്ല, താരാരാധന എന്നുള്ളതിനേക്കാളും അവിടുത്തെ ആ ഒരു അവരോട് തരുന്ന ഒരു റെസ്പെക്റ്റിന്റെ ഒരു രീതി ഉണ്ടല്ലോ. ദേ ഡോണ്ട് ഇൻസൾട്ട് യു. ഒരുപാട് നായകന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഓരോ നായകന്മാരെ കുറിച്ചും രണ്ട് വാക്ക്. ഓക്കെ. പ്രേം നസീർ, സുന്ദരൻ, മൈ ഡ്രീം ബോയ്, കുട്ടിക്കാലത്തെ അല്ലേ? അതെ. ജയൻ, നൈസ് പേഴ്സൺ. 2 ഫിലിം അങ്ങാടി അഭിനയിച്ചു, മീൻ അഭിനയിച്ചു. ഹീറോ ആയിട്ട് അഭിനയിക്കാൻ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് പോയത്. സോമൻ, നൈസ് ഹ്യൂമൻ ബീയിങ്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. സുകുമാരൻ, ഞാൻ ചെറുതായിട്ടൊരു പേടിച്ചിരുന്ന ഒരു ഹീറോ. അത് പുള്ളി ഒരു സീരിയസ് ആണ്. ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ചിരിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത്തിരി പേടി. പുള്ളി സുഖമായിട്ടും വരുന്നു എന്ന് പറയുമ്പോൾ ചേട്ടാ അങ്ങനെ വരുന്നത്. ഓക്കെ, ഹിറ്റ് ജോഡി, അത്രേ ഉള്ളൂ. എത്ര പടങ്ങൾ? കുറേ പടങ്ങൾ ചെയ്തു. കുറേ പടങ്ങൾ. ഹിറ്റ് ജോഡി. രതീഷ് ചേട്ടൻ പാവം മനുഷ്യൻ, ഒരു തങ്കക്കുടം എന്നൊക്കെ പറയില്ലേ, ആ ഗ്രൂപ്പ്. അങ്ങനെ. ബാലചന്ദ്രൻ എക്സ്ട്രീംലി ടാലന്റഡ് ഡയറക്ടർ. എത്ര ഹിറ്റ് പടങ്ങള്, എൻ്റെ കുറേ ഹിറ്റ് പടങ്ങളുടെ ഡയറക്ടർ. സോ അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്ട് ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഉണ്ടാവും. മമ്മൂക്ക ഞങ്ങൾ 4-5 പടമേ ചെയ്തിട്ടുള്ളൂ. എനിക്കിഷ്ടമാണ്, നല്ല മനുഷ്യനാണ്, എനിക്കിഷ്ടമാണ്. ആദ്യം കണ്ടപ്പോൾ ഒരു 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 നെഗറ്റീവ് ഫീൽ വന്നെങ്കിലും പോകെ പോകെ മനസ്സിലായ ആൾ അങ്ങനെയല്ല എന്ന്. ലാലേട്ടൻ, നമ്മുടെ ലാലേട്ടൻ, ഒറ്റ മറുപടിയേ ഉള്ളൂ, നമ്മുടെ ലാലേട്ടൻ. സ്വീറ്റ്. കമലഹാസൻ, ഞാൻ മീറ്റ് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ്. എന്നെ തമിഴ് ഇൻഡസ്ട്രിയിൽ വരാൻ വേണ്ടി എന്നെ ഒരുപാട് എൻകറേജ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത ഒരു മനുഷ്യൻ. സത്യരാജ് ബഡി, നമ്മൾ പറയില്ലേ, നമ്മളൊരു ഫ്രണ്ടായിട്ട് എപ്പോഴും കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കില്ലേ, ആ ഒരു ഗ്രൂപ്പിലെ ഒരാള്. വിജയകാന്ത് എന്നൊക്കെ പറയുന്ന അതെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രജനീകാന്ത്, ഫ്രണ്ട്ലി ആൻഡ് വെരി ജോവിയൽ. പുള്ളി ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ശങ്കർ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ശങ്കർ, ഈ ശങ്കർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് നമ്മുടെ മലയാളികൾക്കെല്ലാം ഒരു സംശയമുണ്ട്, അംബിക ശങ്കറിനെ വിവാഹം ചെയ്യും. അത് സംശയമായിട്ട് തന്നെ അങ്ങനെ നിൽക്കട്ടെ. അല്ല, അങ്ങനെ ഒരു സംശയം വരാൻ കാരണം എന്താണ്? എനിക്കറിയില്ല. അത് ശ്രീയെ പോലെ ആരെങ്കിലും എന്തെങ്കിലും കിസ് പറഞ്ഞുണ്ടാക്കിയതായിരിക്കും. പള്ളി പറഞ്ഞാ മതി. അല്ല, അന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് നിങ്ങള് നല്ല ജോഡികളാണ്. കാരണം എത്ര പടത്തിൽ അഭിനയിച്ചു? ഇല്ല, ഞങ്ങൾ 4-5 പടമേ ചെയ്തിട്ടുള്ളൂ. ശങ്കറായിട്ട് ഏറ്റവും കൂടുതൽ അഭിനയിച്ച മേനകയുടെ കൂടെ അല്ലേ? മേനകയുടെയാണ്. എങ്കിലും ഇങ്ങനൊരു ചർച്ച ഉണ്ടായിരുന്നു അന്ന്, ഇപ്പൊ ഇല്ല. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ശങ്കർ എന്തായാലും അംബികയെ കല്യാണം, അവര് നല്ല ജോഡിയാണ്, അംബിക എന്തായാലും, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു അല്ലേ? അത് കേട്ടിട്ടില്ലേ? പിന്നെ അപ്പൊ അത് അങ്ങനൊന്നും ഇല്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, വെറുതെ അഭ്യൂഹങ്ങളാണ്.
അങ്ങനെയും വേണമെങ്കിൽ പറയാം. എന്നാലും നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പവും ഇല്ലായിരുന്നു? അടുപ്പമൊക്കെ ഉണ്ട്. അതെന്താ അടുപ്പമില്ലാത്തത്? ഞങ്ങൾ എത്ര പടങ്ങൾ ഒരുമിച്ച് അങ്ങനെ വല്ല കല്യാണ ആലോചന അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ജനം ഇങ്ങനെ പറഞ്ഞത്? പിന്നെ ഇന്നച്ചൻ പറയുന്ന പോലെ നല്ലതോ ചീത്തയോ ഒരു കിസുകിസ് ഇരിക്കട്ടെന്ന്. നല്ല രീതിയിൽ വന്നാലും നല്ലതാണ്, ചീത്ത രീതിയിൽ വന്നാലും യു ആർ ഫേമസ്. അപ്പൊ എന്തായാലും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അവസാനം. സരസമ്മ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല.